നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ MBBS വിദ്യാർത്ഥിനി കെട്ടിടത്തിൽ നിന്നും ചാടിമരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിലേക്ക്. മരണത്തിൽ സമഗ്രവും നീതിയുക്തമായ അന്വേഷണവും വേണമെന്ന് AISF. ആത്മഹത്യയെങ്കിൽ കാരണമായ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ത്വരിതഗതിയിലുള്ള അന്വേഷണം വേണമെന്നും AISF. തൃശൂർ നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ പ്രസവത്തിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ നഗരത്തിലെ വെള്ളിയന്നൂരിലുള്ള ലോഡ്ജിലാണ് സംഭവം. മരണപ്പെട്ടത് തൃപ്രയാർ എടമുട്ടം സ്വദേശിനി ജ്യോതി. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവർ കസ്റ്റഡിയിൽ. നെല്ല് നൽകിയ പണം ലഭിക്കാൻ കാലതാമസം നേരിടുന്നതും രാസവളവർദ്ധനവും കൂലിച്ചെലവും മൂലം നെൽകർഷകർ പിറകോട്ടടിക്കുന്നു. പാലക്കാട് ജില്ലയിലെ നെല്ലറയായ കോട്ടായി മാത്തൂർ പെരിങ്ങോട്ടുകുറിശി മേഖലയിലെ കർഷകരാണ് മുടക്കുമുതൽ പോലും ലഭിക്കുന്നില്ലെന്ന പരാതിയിൽ കൃഷിയോട് വിട പറയുന്നത്. സർക്കാരും കൃഷിവകുപ്പും കണ്ണു തുറന്ന് നെൽകർഷകരെ സഹായിച്ചില്ലെങ്കിൽ നെൽകൃഷി കുറ്റിയറ്റുപോകുമെന്നും കർഷകർ. കുളപ്പുള്ളിയിലെ സ്വകാര്യ ലോഡ്ജ് ഉടമയെ കാപ്പ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പുഴ കുറുവട്ടൂർ നെടിയത്ത് ബഷീറിനെയാണ് പോലീസ് കാപ്പ നിയമപ്രകാരം കരിങ്കൽ തടയിലാക്കിയത്. ലോഡ്ജിൽ അനാശാസ പ്രവർത്തനം നടത്തിയതിന് നിരവധി തവണ ഇയാൾ അറസ്റ്റിലായിരുന്നു. 6 മാസക്കാലം പ്രതി കരുതൽ തടങ്കലിലാവും. KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം. സ്വകാര്യ ബസ് ജീവനക്കാരുടെ തൊഴിലും കൂലിയും സർക്കാർ ഉറപ്പാക്കണമെന്നും ആവശ്യം. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം പകുതിയിൽ ഏറെ ഇല്ലാതായെന്നും സലീം തെന്നിലാപുരം. തുടർച്ചയായ കാട്ടാന ശല്യവും തെരുവുനായ ആക്രമണവും കാട്ടുപന്നി ശല്യവും നിയന്ത്രിക്കാൻ കഴിയാത്ത മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ. MLAയും MPയും ഫണ്ടുകൾ തരുന്നില്ല എന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പല പദ്ധതികളും സംരക്ഷിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷം. 6 മാസമായി വന്ന ഭരണസമിതി അടിയന്തര നടപടികൾ എടുക്കേണ്ട കാര്യങ്ങളിൽ നിന്നും പിന്മാറി പ്രതിപക്ഷത്തെ സമരമുഖത്തേക്ക് തള്ളിവിടുകയാണെന്നും നേതാക്കൾ. കല്ലൂർ കനാൽ റോഡ് തകർച്ചയിലായതോടെ ദുരിതം പേറി വാഹനയാത്രക്കാർ. മലമ്പുഴയിലെ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വനപാലകർ രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ MBBS വിദ്യാർത്ഥിനി കെട്ടിടത്തിൽ നിന്നും ചാടിമരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിലേക്ക്. മരണത്തിൽ സമഗ്രവും നീതിയുക്തമായ അന്വേഷണം വേണമെന്ന് AISF പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ആത്മഹത്യയെങ്കിൽ കാരണമായ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അതിനാൽ ത്വരിതഗതിയിലുള്ള അന്വേഷണം ഉണ്ടാകണമെന്നും AISF നേതാക്കൾ ആവശ്യപ്പെട്ടു. ആത്മഹത്യ അല്ലെങ്കിൽ കാരണമായ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനാൽ ത്വരിതഗതിയിലുള്ള അന്വേഷണം ഉണ്ടാകണമെന്നും AISF വ്യക്തമാക്കി. ഇന്നലെയാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയ നിലയിൽ കോട്ടയം സ്വദേശിയായ 1ാം വർഷ MBBS വിദ്യാർത്ഥി സ്നേഹയെ കണ്ടെത്തുന്നത്. പിന്നീട് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ പ്രസവത്തിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ നഗരത്തിലെ വെളിയന്നൂരിലുള്ള ലോഡ്ജിലാണ് സംഭവം നടന്നത്. മരിച്ചത് തൃപ്രയാർ എടമുട്ടം സ്വദേശിനിയായ ജ്യോതിയാണ്. ഈ മാസം 27-നാണ് ഇവർ ഹോട്ടൽ മുറിയെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിലാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് തൃപ്രയാർ എടമുട്ടം സ്വദേശി ജ്യോതിയെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ഈ മാസം 27-നാണ് ഇവർ ഹോട്ടലിൽ മുറിയെടുത്തത്. രാവിലെ മുറിയുടെ വാതിൽ തുറക്കാതായതോടെ ഹോട്ടൽ ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് പ്രസവത്തിനിടെ മരിച്ച നിലയിൽ യുവതിയെയും കുട്ടിയെയും കണ്ടെത്തിയത്. മുറിയെടുക്കുമ്പോൾ കൂടെ പാവർട്ടി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവറും ഉണ്ടായിരുന്നു. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെൽ നൽകിയതിന്റെ പണം ലഭിക്കാൻ കാലതാമസം നേരിടുന്നതും രാസവളത്തിൻ്റെ വിലവർധനയും കൂലിച്ചെലവും കണക്കാക്കിയാൽ നെൽ കൃഷിയിൽ നിന്ന് കർഷകനെ പിറകോട്ടടിപ്പിക്കുകയാണെന്ന് പരാതി. പാലക്കാട് ജില്ലയിലെ നെല്ലറയായ കോട്ടായി മാത്തൂർ പെരിങ്ങോട്ടുകുറിശി കുത്തന്നൂർ മേഖലകളിലെ കർഷകരാണ് മുടക്കുമുതൽ പോലും കൃഷിയിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് കൃഷിയോട് വിട പറയുന്നത്. 2ാം വിളയുടെ നെല്ല് നൽകിയതിന്റെ പണം മാസങ്ങൾ കഴിഞ്ഞിട്ടും ലഭിക്കാത്തതും രാസവളത്തിന്റെ വൻ വില വർധനയും ട്രാക്ടർ വാടക ഉൾപ്പെടെ കൂലിച്ചെലവിലുള്ള ഇരട്ടി വർധനയും എല്ലാം കൂടി കണക്കാക്കി കർഷകൻ 1ാം വിള നെൽകൃഷിയിൽ നിന്ന് പിറകോട്ടടിക്കുന്നു. ജില്ലയിലെ നെല്ലറയായ കോട്ടായി മാത്തൂർ പെരിങ്ങോട്ടുകുറിശി കുത്തന്നൂർ
മേഖലകളിലെ കർഷകരാണ് മുടക്കുമുതൽ പോലും ലഭിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് കൃഷിയോട് വിട പറയുന്നത്. മറ്റു കൃഷികളെ അപേക്ഷിച്ച് നെൽകൃഷിക്ക് ചെലവ് കൂടുതലാണെന്നും മാനസിക പ്രയാസം ഇരട്ടിയാണെന്നും എല്ലാം സഹിച്ച് കൃഷി ഇറക്കിയാൽ ലഭിക്കുന്ന ഉൽപ്പന്നത്തിന് യഥാസമയം വില ലഭിക്കുന്നില്ലെന്നുമാണ് കർഷകരുടെ പരാതി. പുതുതലമുറ ഒട്ടും കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല. അതിനാൽ കൃഷിപ്പണികൾക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ഇത്രയും ത്യാഗം സഹിച്ചാൽ തന്നെ അവസാനം ഇറക്കിയ മുതൽ പോലും തിരിച്ചു പിടിക്കാനാവാത്ത സ്ഥിതിവിശേഷമാണെന്നും സർക്കാരും കൃഷിവകുപ്പും കണ്ണു തുറന്ന് നെൽകർഷകരെ സഹായിക്കാനും സമയബന്ധിതമായി പണം നൽകാനും നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ നെൽകൃഷി കുറ്റിയേറ്റു പോകാതെ പിടിച്ചു നിർത്താൻ സാധിക്കൂ എന്നും കർഷകർ പറയുന്നു. ഇപ്പോൾ നിലവിൽ തൊഴിലാളി പ്രശ്നം, രാസവള വില വർധനവ്, ഒഴിവ് കൂലി കൂട്ടിയത് 10 രൂപ ഡീസലിന് വില വർദ്ധിക്കുമ്പോഴേക്കും ഒരു മണിക്കൂറിന് 200 രൂപ വെച്ചിട്ട് ട്രാക്ടറിൻ്റെ ഒഴിവ് കൂലി വർദ്ധിപ്പിച്ചു. രാസവളം 50%-മാണ് കൂടിയത്. 1400 രൂപ വിലയുള്ള ഒരു ട്രാക്ടർ ബോട്ട് 2050 അതിന് 30 ആയി. രാസവള വർദ്ധന ഏറ്റവും കർഷകനെ ബുദ്ധിമുട്ടിക്കുന്ന പിന്നെ കൊടുത്ത നെല്ലിന് സമയത്ത് പൈസ കിട്ടാത്തതാണ്. കടം വാങ്ങി കൃഷി ചെയ്യേണ്ട ഒരു നിലവാരത്തിലേക്ക് എത്തിയ കർഷകരിപ്പോൾ കൊടുത്ത ഈ സീസണിൽ കൊടുത്ത പൈസ അടുത്ത സീസൺ വരെ കാത്തിരുന്ന് പലിശയ്ക്ക് പണം എടുത്തിട്ട് വേണം കൃഷിക്കാരൻ കൃഷി ചെയ്യാൻ. ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴുള്ള സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് വേണ്ട നടപടി എടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് വലിയ ഉപകാരമായിരിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പള്ളി മെഗാ ലോഡ്ജ് ഉടമയെ കാപ്പ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. വല്ലപ്പുഴ കുറുവട്ടൂർ നെടിയത്ത് ബഷീറിനെയാണ് പോലീസ് കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്. ലോഡ്ജിൽ അനാശാസ്യ പ്രവർത്തനം നടത്തിയതിന് നിരവധി തവണ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇയാൾക്കെതിരെ കാപ്പ നിയമം ചുമത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നത്. 6 മാസക്കാലമാണ് ഇയാൾ കരുതൽ തടങ്കലിലാവുക. ലോഡ്ജിൽ അനാശാസ്യ പ്രവർത്തനം നടത്തിയതിന് നിരവധി തവണ ഇയാൾ അറസ്റ്റിലായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇയാൾക്കെതിരെ കാപ്പ നിയമം ചുമത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചത്. ഈ കാര്യം പരിഗണിച്ചായിരുന്നു ഇയാളെ കരുതൽ തടങ്കലിലാക്കാൻ ഉത്തരവിട്ടത്. 6 മാസത്തേക്കാണ് ഇയാളെ കരുതൽ തടങ്കലിലാക്കുക. കഴിഞ്ഞ ഫെബ്രുവരി 8-ന് ബഷീറിനെ അനാശാസ്യ പ്രവർത്തനം നടത്തിയ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് 3 പട്ടാമ്പി സ്വദേശികളും 1 കുളപ്പള്ളി സ്വദേശിയും വെസ്റ്റ് ബംഗാൾ, അസം, ബാംഗ്ലൂർ, ചെന്നൈ, ആലുവ, കല്ലടിക്കോട് സ്വദേശികളായ 8 യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ലോഡ്ജ് ഉടമ വിവിധ സ്ഥലങ്ങളിൽ നിന്നും യുവതികളെ എത്തിച്ച് ലോഡ്ജിൽ താമസിപ്പിച്ച് ഇടപാടുകാർക്ക് കാഴ്ചവെച്ച് വരുമാനം ഉണ്ടാക്കുന്നതായും പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നു. ലോഡ്ജിൽ നിന്ന് ഗർഭനിരോധന ഉറകളും ലൈംഗിക ഉത്തേജന മരുന്നുകളും പോലീസ് കണ്ടെത്തി. ഇതുൾപ്പെടെയുള്ള കേസുകൾ പരിഗണിച്ചാണ് ബഷീറിനെ കരുതൽ തടങ്കലിൽ ആക്കിയതെന്ന് ഇൻസ്പെക്ടർ വിഷ്ണു പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം പറഞ്ഞു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ തൊഴിലും കൂലിയും സർക്കാർ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യയാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം പകുതിയിലേറെ ഇല്ലാതായെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രൈവറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്സൂർ സംഘം കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളെ ആശ്രയിച്ചു മാത്രമാണ് കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കുന്നത്. സ്ത്രീകൾക്ക് KSRTC സൗജന്യയാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം പകുതിയിലേറെ ഇല്ലാതായി. ടാക്സിന്റെ 50% കുറച്ചതുകൊണ്ട് മാത്രം നിലനിൽക്കാൻ കഴിയുന്നതല്ല ബസ് വ്യവസായം. കളക്ഷൻ കുറഞ്ഞതോടെ ജീവനക്കാരുടെ വേതനവും വെട്ടിക്കുറയ്ക്കുകയാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമായ സ്വകാര്യ ബസ് വ്യവസായവും അതിലെ തൊഴിലാളികളും ഇന്ന് ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. സ്വകാര്യ ബസ് വ്യവസായത്തിലെ പ്രതിസന്ധി ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന 2 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്നും സലീം തെന്നിലാപുരം പറഞ്ഞു. കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയിൽ കേരളം വ്യാപകമായി സംസ്ഥാനത്ത് ഏകദേശം 8200ഓളം വരുന്ന സ്വകാര്യ ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ 8200ഓളം വരുന്ന സ്വകാര്യ ബസ്സുകളിലായി ഏകദേശം 2 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾ ജോലിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ്. പാലക്കാട് ജില്ലയിൽ ഏകദേശം 1100ഓളം സ്വകാര്യ ബസ്സുകളും അതിനനുസരിച്ച് തന്നെ
തൊഴിലാളികളും ജില്ലയിൽ ജോലിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല തകർച്ചയുടെ വക്കിലാണ്. യൂണിയൻ പ്രസിഡന്റ് ആർ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി വി ശിവദാസ്, BMS സംസ്ഥാന സമിതി അംഗം എസ് രാജേന്ദ്രൻ, വി ശരത്ത്, വി രാധാകൃഷ്ണൻ, എസ് അമർനാഥ്, കെ ശശികുമാർ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തുടർച്ചയായ കാട്ടാന ശല്യവും തെരുവുനായ ആക്രമണവും കാട്ടുപന്നി ശല്യവും നിയന്ത്രിക്കാൻ കഴിയാത്ത മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ. MLAയും MP യും ഫണ്ടുകൾ തരുന്നില്ലെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പല പദ്ധതികളും സംരക്ഷിക്കുന്നതിൽ പഞ്ചായത്ത് പരാജയമാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നു. 6 മാസമായി UDF പഞ്ചായത്ത് ഭരണം നിലവിൽ വന്നിട്ട് ഇതിനിടയിൽ വാഴക്കോട് പ്ലാഴി ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി നിരവധി കൃഷിയിടങ്ങളും മറ്റും നശിപ്പിക്കുകയും ചെയ്തു. കൂടാതെ തെരുവുനായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ശല്യം രൂക്ഷമായിരിക്കുകയാണ്. MLA ഫണ്ടിൽ നിന്നും ആന ഇറങ്ങാതിരിക്കാൻ സൗരവേലി നിർമ്മിച്ചു. എന്നാൽ അത് സംരക്ഷിക്കാൻ പഞ്ചായത്തിനായില്ല. തെരുവുനായ്ക്കളെ വന്ധീകരണം ചെയ്യാനോ മറ്റു നടപടികൾക്കോ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നിട്ടിറങ്ങുന്നില്ലെന്നും ഇതിനെതിരെയാണ് സമരമുഖത്തേക്ക് ഇറങ്ങാൻ കാരണമെന്നും പ്രതിപക്ഷ അംഗങ്ങളായ MH അബ്ദുൾ സലാം, KB ബിനീഷ്, PB സയന, KK സാവിത്രി, MA ഉഷാകുമാരി, MS ഉദയ, CH ഷമീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് ആന ഇറങ്ങുന്നത് ഭരണപക്ഷം എന്ന പ്രതിപക്ഷം എന്ന രീതിയിലല്ല. അത് അവരുടെ ആവാസങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങുകയാണ്. അത് ഇവിടെ മാത്രമല്ല, ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതായത് ചുരങ്കത്തിൻ്റെ റോഡ് പണിതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവിടെ ഫെൻസിങ് നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആനകൾ ഇങ്ങോട്ട് കടന്നത്. അത് തെറ്റാണ്. ആനത്താരി എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്. ഇത് ആനത്താരി കെട്ടിയടയ്ക്കാൻ പറ്റില്ല. അത് സെൻട്രൽ ഗവൺമെൻറ് നിയമമാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണിക്കുന്നത് ശരിയല്ല. അദ്ദേഹം പ്രതിപക്ഷ 2 ദിവസം മുമ്പ് നമ്മുടെ വ്യാപാരി ഭവനിൽ വന്നപ്പോൾ ഇങ്ങനെ ആനയുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞപ്പോൾ നമ്മളതിന് കൂട്ടായി നിന്ന് പ്രവർത്തിക്കണം. പഞ്ചായത്തുമായും സംസ്ഥാന ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് നമുക്കിതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വ്യാപകമായ പരിശോധന നടത്തി. പോലീസ്, ഡോഗ് സ്ക്വാഡ്, റെയിൽവേ പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിശോധന മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ട്രെയിനുകളും സ്റ്റേഷൻ പരിസരവും പ്ലാറ്റ്ഫോമും നിർത്തിയിട്ടിരുന്ന ട്രെയിനുകളും പരിശോധിച്ചു. കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിൻ്റെ പ്രധാന മാർഗമാണ് റെയിൽവേ. കഴിഞ്ഞ 1 മാസത്തിനകം തന്നെ 10ലധികം പ്രാവശ്യമാണ് ട്രെയിൻ വഴി കടത്താൻ ശ്രമിച്ച കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഒലവക്കോട് പോലീസ് പിടികൂടിയത്. ലഹരിക്കടത്തിന് യുവതികൾ മുമ്പ് എങ്ങുമില്ലാത്ത കാരിയർമാരാവുന്നുണ്ടെന്നും ഇവർ ട്രെയിൻ വഴി കടത്തുന്നുണ്ടെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ലഹരിയുമായി എത്തുന്നവർ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ആശയവിനിമയം കോഡ് വഴിയാക്കിയാണ് ലഹരിക്കടത്ത് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ കടത്തുന്ന ലഹരി പദാർത്ഥങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇടനിലക്കാർക്ക് കൈമാറുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിക്കടത്ത് തടയുന്നതിന് കേരള സർക്കാർ അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രെയിൻ വഴി ലഹരി കടത്തുന്ന കാരിയർ സംഘങ്ങളെ പിടികൂടിയാൽ കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്കിൻ്റെ വലിയൊരു ഭാഗം തടയാനാവുമെന്നാണ് വിലയിരുത്തൽ. ഞങ്ങളുടെ എല്ലാ ടീമും ഉണ്ടെന്ന് എല്ലാ ടീമും കൂടെ ചേർന്നാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള ഈ റെയ്ഡ് നടത്തുന്നത്. ഇന്ന് പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. നോക്കി വരുന്നുണ്ട്. റണ്ണിങ് ട്രെയിനിനെല്ലാം നോക്കി വരുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല, പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. ഇന്ന് മുഴുവൻ വ്യാപകമായിട്ടുള്ള തുടരും. രാസലഹരിയുടെ കാര്യത്തിലും പരിശോധന നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് അതിന് ഒന്നും കിട്ടിയിട്ടില്ല. അത് നോക്കുന്നുണ്ട്. അതുകൂടെ നോക്കുന്നുണ്ട്. കേരളത്തിലേക്ക് അതിർത്തി കടന്നെത്തുന്ന ലഹരി കടത്ത് അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് റെയിൽവേ സ്റ്റേഷനിൽ സംയുക്ത പരിശോധന നടത്തിയത്. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ സൂചിപ്പിച്ചു. യുവജനതയെ കാർന്നു തിന്നുന്ന ലഹരി കടത്തും ഉപയോഗവും തടയാനായി സർക്കാർ രൂപീകരിച്ച ഓപ്പറേഷൻ തൂഫാനെ സമൂഹവും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലൂർ കനാൽ റോഡ് തകർച്ചയിലായതോടെ ദുരിതം പേറി വാഹനയാത്രക്കാർ. സ്കൂൾ വാഹനങ്ങൾ അടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സർവീസ് നടത്തുന്നത്. കല്ലൂരിൽ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തേനൂർ കോങ്ങാട് റോഡിലെത്തും. കല്ലൂരിൽ നിന്നും കോങ്ങാട് റോഡിലേക്ക് എത്താനുള്ള എളുപ്പ വഴി കൂടിയാണ് ഈ കനാൽ റോഡ്. വർഷങ്ങൾക്ക് മുൻപ് ടാറിംഗ് നടത്തിയ റോഡാണിത്. അന്ന് ശരിയായ രീതിയിൽ ടാറിംഗ് നടത്താത്തതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണം.
പാതയിലെ ടാറിംഗ് പൂർണ്ണമായും അടർന്നു പോയ അവസ്ഥയിലാണ്. റോഡ് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി ഇങ്ങനെ കിടക്കാൻ വന്നിട്ട് പാസ്സായി എന്ന് പറഞ്ഞ ഒരു 70 മീറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി അങ്ങനെ കിടക്കാം, വർഷങ്ങളായി കിടക്കാൻ വന്നിട്ട് സ്കൂൾ വണ്ടികൾ ധാരാളം പോകണം. എല്ലാ സ്കൂൾ വണ്ടികളും കൊണ്ട് പറ്റി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി കരയ്ക്ക് കയറ്റി. മലമ്പുഴ മന്തക്കാട് തോട്ടുപുരവേളി പറമ്പിലെ കിണറ്റിലാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി അകപ്പെട്ടത്. രാവിലെ പറമ്പിൽ പണിയെടുക്കാനെത്തിയ തൊഴിലാളികളാണ് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കണ്ട വിവരം വീട്ടുകാരെ അറിയിച്ചത്. ഉടൻ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രസന്നയെയും പ്രസിഡന്റ് എൻ ശ്രീജിത്തിനെയും വിവരം അറിയിക്കുകയായിരുന്നു. അവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് RRT ടീം അംഗങ്ങളായ കെ അഭിനേഷ്, കെ സുനിൽ, CP ഷാബിൻ, പി ആബിത്ത്, കെ ശിവൻ എന്നിവർ എത്തിയാണ് കിണറ്റിൽ നിന്നും പന്നിയെ കയറ്റിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രസന്ന, പൊതുപ്രവർത്തകൻ മധു ദണ്ഡപാണിയും നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സഹായിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനുഷ്ഠാന കലയായ കളംപാട്ടിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനായി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പനമണ്ണ UP സ്കൂളിൽ കളംപാട്ട് ശില്പശാല സംഘടിപ്പിച്ചു. കളംപാട്ട് കലാകാരനായ കടന്നമണ്ണ ശ്രീനിവാസനാണ് ശില്പശാല നയിച്ചത്. 5 തരത്തിലുള്ള വർണ്ണങ്ങൾ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ പൊടികൾ ഉപയോഗിച്ച് ഒരു മനുഷ്യൻ ഒരു ദേവരൂപത്തിനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് കളമെഴുത്തിൻ്റെ വളരെ വലിയ പ്രത്യേകത. അതുപോലെ സംഗീതം, താന്ത്രികം, ചിത്രരചന, ഈ 3 മേഖലകൾ കളമെഴുത്തിൽ അടങ്ങിയിട്ടുണ്ട്. ചിത്രരചനയ്ക്ക് വളരെ കൂടുതൽ പ്രാധാന്യമുള്ളൊരു കലാമേഖലയാണ് കളമെഴുത്ത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ കളം എഴുതുന്നത് വളരെ ശ്രദ്ധ വെച്ച് നോക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ കളംപാട്ടിന്റെ ചടങ്ങുകൾ, ഐതിഹ്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പഞ്ചവർണ്ണങ്ങളെ കൊണ്ട് കളം എഴുതുന്ന രീതി, പൊടികളുടെ നിർമ്മാണ രീതി, ലോഹസങ്കല്പങ്ങൾ തുടങ്ങിയവ വളരെ ലളിതമായി അദ്ദേഹം അവതരിപ്പിച്ചു. നന്ദുണി ഉപയോഗിച്ച് കളംപാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹം കുട്ടികൾക്ക് കളംപാട്ടിനെ പരിചയപ്പെടുത്തിയത്. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം കടന്നമണ്ണ ശ്രീനിവാസൻ നിർവഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി വി ശ്രീഹരി, പ്രധാനാധ്യാപിക പി ബീന, വിദ്യാരംഗം കൺവീനർമാരായ CB കല, MSS രാജി, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. എല്ലാ കുട്ടികൾക്കും കളമെഴുത്തു കാണുവാനുള്ള അവസരവും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഞെരളത്തെ ഹരിഗോവിന്ദൻ നിർവഹിച്ചു. 7 ക്ലബ്ബുകളുടെ പ്രവർത്തനമാണ് ഇതോടെ ആരംഭിച്ചത്. കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റററി ക്ലബ്, എക്കോ ക്ലബ്, ആർട്ട് ക്ലബ്, മ്യൂസിക് ക്ലബ്, സ്പോർട്സ് ക്ലബ്, സോഷ്യൽ സർവീസ് ക്ലബ്, സയൻസ് ക്ലബ്ബ് എന്നീ 7 ക്ലബ്ബുകളുടെ പ്രവർത്തനമാണ് ആരംഭിച്ചത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഞെരളത്തെ ഹരിഗോവിന്ദൻ ക്ലബ്ബുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറേ അനുഷ്ഠാനങ്ങളോ അല്ല, മറിച്ച് മൂല്യങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത്. ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ വിവിധ വിഷയങ്ങളുള്ള ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാനാണ്. ഞാൻ കുറേ കാലത്തിനൊക്കെ പോയിരുന്നു, പിന്നെ നിർത്തിയതാണ്. അപ്പോൾ ഈ ക്ലബ്ബുകളുടെ പ്രാധാന്യം എന്താണ്? നിങ്ങൾ സോഷ്യൽ പഠിച്ചാലും, മാത്സ് പഠിച്ചാലും, ഏതെങ്കിലും സയൻസ് പഠിച്ചാലും, ഏതെങ്കിലും കല പഠിച്ചാലും, നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാലും, നിങ്ങളിൽ ആത്യന്തികമായിട്ട് ചില മൂല്യങ്ങൾ ഉണ്ടാവണം എന്ന ആഗ്രഹത്തിലാണ് കേരള ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് ക്ലബ്ബുകൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം മൂല്യബോധമുള്ള ആളുകൾ ഉണ്ടാവണം എന്നതാണ്. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്സസ് PK ഷീജ ഹരിഗോവിന്ദനെ പൊന്നാടയണിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. തുടർന്ന് ഞെരളത്തെ ഹരിഗോവിന്ദൻ സോപാന സംഗീതം ആലപിച്ചു. ചടങ്ങിൽ അധ്യാപിക A ലൂണ അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ EP നന്ദകുമാർ, HM PK ഷീജ, NM നാരായണ നമ്പൂതിരി, K മധു, അരുൺ വിജീസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം PI യൂസഫിന് തൈകൾ നൽകിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്.
പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ 40,000 പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ഈ ഞാറ്റുവേലച്ചന്തയിൽ 15,000 തൈകൾ ഇന്ന് വിതരണം നടത്തുന്നത്. അത് ഈ കാലാവസ്ഥയുടെ പ്രത്യേകത മുതലെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് അതിലുള്ളത്. അപ്പോൾ എല്ലാവരും ഞാറ്റുവേലച്ചന്തയിലും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ കർഷക സഭയിലും പങ്കെടുത്ത് കൃഷിഭവൻ വഴി നൽകുന്ന ആനുകൂല്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഇത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ വിത്ത് വണ്ടിയും അതുപോലെ പഴയന്നൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ വിവിധ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിനായിട്ടുള്ള ഡ്രോണും എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനിൽകുമാർ, നിഷ രാജേഷ്, T പ്രകാശ്, ജനപ്രതിനിധികൾ, കർഷക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ, കർഷക സുഹൃത്തുക്കൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ സായി പാർവതി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഓഫീസർ T ഷിജി നന്ദിയും പറഞ്ഞു. ബാലസംഘം ജില്ലാ കൺവീനർ U ബാലേന്ദ്രൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ബാലസംഘം ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്തെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൻ്റെ ജോലിയുടെ ഭാഗമായി ആവശ്യത്തിന് വെള്ളമൊന്നും കുടിക്കാൻ കിഡ്നീഷോളം സുഖാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഒരു പ്രകടനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനവിടെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ജോലി വന്നു ഡോക്ടറെ കണ്ടു വരും ഭയങ്കര പെയിനാണ് ചീത്തോ അതൊക്കെ എന്തും ഇതാണ് എപ്പോഴും കണ്ടാൽ രോഗത്തിൻ്റെ കാര്യം അടിപൊളി രോഗം. ബാലസംഘം സംസ്ഥാന സെക്രട്ടറി DS സന്ദീപ്, സംസ്ഥാന പ്രസിഡന്റ് പ്രവിഷ പ്രമോദ്, സംസ്ഥാന അക്കാദമിക് കൺവീനർ TK നാരദാസ്, CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, പൂക്കാസ സംസ്ഥാന സമിതി അംഗം E രാമേന്ദ്രൻ, ബാലസംഘം ജില്ലാ അക്കാദമിക് കൺവീനർ PT രാഹേഷ്, അഡ്വക്കേറ്റ് KM പ്രേംജിത്ത്, G അഭിനവ്, AN നീരജ്, M രൺദീഷ്, DB രഘുനാഥ്, MC വാസുദേവൻ, CP സുധാകരൻ, പ്രവീൺ കുമാർ, TK രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ KR അഭിഷേക് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് A അശ്വതി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. വാണിജ്യ വാർത്ത. മാബൻ നിധി ലിമിറ്റഡിൻ്റെ നവീകരിച്ച കുളപ്പള്ളി ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല നിർവഹിച്ചു. നിരവധി പേരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. മണപ്പുറം ഫൗണ്ടേഷൻ മാബൻ നിധി ലിമിറ്റഡിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന സൗജന്യ സ്കൂൾ കിറ്റ് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. മണപ്പുറം ഗ്രൂപ്പ് എന്റർപ്രൈസസിന്റെ മാബൻ നിധി ലിമിറ്റഡ് നവീകരിച്ച കുളപ്പുള്ളി ബ്രാഞ്ചിന്റെ ഉദ്ഘാടന കർമ്മം ചൊവ്വാഴ്ച രാവിലെ പ്രൗഢഗംഭീരമായി നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല നാടമുറിച്ചും ഭദ്രദീപം തെളിയിച്ചും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നിരവധി കസ്റ്റമേഴ്സിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, വാർഡ് കൗൺസിലർ EA ഗീത, CEO ബെസ്റ്റോ ജോസഫ്, ബ്രാഞ്ച് ഹെഡ് MR വിദ്യ, ബ്രാഞ്ച് ജീവനക്കാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഷൊർണൂർ ഗവൺമെൻറ് പ്രസ്സിന് സമീപമുള്ള ബദരിയ ആർക്കേഡിൽ താഴത്തെ നിലയിലാണ് നവീകരിച്ച ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം. നേരത്തെ മുകൾ നിലയിലായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കസ്റ്റമേഴ്സിന് കൂടുതൽ സൗകര്യപ്രദമായി എത്തിപ്പെടുന്നതിനു വേണ്ടിയാണ് താഴത്തെ നിലയിൽ ബ്രാഞ്ച് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഗോൾഡ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, ഡെപ്പോസിറ്റ്, FD, RD, VRD, SD തുടങ്ങിയവയാണ് ബ്രാഞ്ചിലെ ഫെസിലിറ്റീസ്. പ്രവർത്തന രീതിയെക്കുറിച്ച് CEO ബെസ്റ്റോ ജോസഫ് വിശദീകരിച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ലോണും ഡെപ്പോസിറ്റ്സും പ്രോപ്പർട്ടി ലോണുമാണ്. ഇപ്പോൾ ഡെപ്പോസിറ്റ്സ് ഒക്കെ നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ബാങ്കുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ 2-3% നമ്മൾ റേറ്റ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് നമ്മുടെ മെമ്പേഴ്സിൽ നിന്ന് തന്നെ ഡെപ്പോസിറ്റ് എടുത്തിട്ട് നമ്മുടെ തന്നെ മെമ്പേഴ്സിന് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗോൾഡ് ലോണൊക്കെ നമ്മൾ 10.95 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക. ബാങ്കുകളൊന്നും ആ റേറ്റ് കൊടുക്കുന്നില്ല. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുക അപ്രോക്സിമേറ്റ്ലി ഒരു 11-12% ആയിരിക്കും. നമ്മൾ അതിനൊക്കെ റേറ്റ് കുറവാണ് നമ്മൾ ലോൺ കൊടുക്കുക. പ്രോപ്പർട്ടി ലോണായിട്ട് നമ്മൾ ഏറ്റവും ഒരു
പെട്ടെന്ന് തന്നെ, അതായത് ഇപ്പോൾ 2, 3, 4 ദിവസം ലോൺ കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഡോർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ സ്ഥലത്തോ അയാളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണ് അയാൾ നിൽക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ ഗോൾഡ് ലോൺ ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ ഡോർ സ്റ്റെപ്പ് എന്ന് പറയുക. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ തിരക്കുള്ള ആൾക്കാരാണ്. സോ നമ്മളെല്ലാവരും ആ കസ്റ്റമേഴ്സിൻ്റെ തിരക്കിനെ നമ്മൾ മാനിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താലും കസ്റ്റമേഴ്സിന് എഫേർട്ട് എടുക്കാത്ത രീതിയിൽ, അതായത് നമ്മൾ കസ്റ്റമറുടെ വീട്ടിലോ അല്ലെങ്കിൽ അവിടെ എവിടെയാണ് അവിടെ പോയിട്ട് ലോൺ ചെയ്യുന്ന ഫെസിലിറ്റിയാണ്. ഇവൻ ഡെപ്പോസിറ്റ്സ് ആയാലും നമുക്ക് അവരുടെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, എല്ലാം ത്രൂ ബാങ്കാണ്. സോ 100% ട്രസ്റ്റഡ് ആണ്. പിന്നെ നമ്മളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് ലോണൊക്കെ ബാക്ക് ബൈ ഗോൾഡാണ്. സോ 100% നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മണപ്പുറം ഫൗണ്ടേഷൻ മാബൻ നിധി ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന സൗജന്യ സ്കൂൾ കിറ്റ് വിതരണം കുളപ്പുള്ളി ഗസിബോ ഹെറിറ്റേജിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. മുൻപും പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഈ സ്ഥാപനം ഇന്ന് ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം വെച്ച് അതുപോലെ തന്നെ അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ 100ഓളം കുട്ടികൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രദേശത്തെ ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ബാങ്കുകൾ, പല ധനകാര്യ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഏറ്റെടുത്തുന്ന ബാങ്കുകൾ വളരെ കുറവാണ്. എന്നിരുന്നാലും നമുക്കറിയാം, ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, എല്ലാ ബാങ്കുകളും ഉണ്ടെങ്കിലും ഇത്തരം ബാങ്കുകളെല്ലാം ധനകാര്യ സ്ഥാപനങ്ങളെ സാധാരണക്കാരായ ജനങ്ങൾ കുറച്ചും കൂടി ഈസിയായി അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയും എന്ന ഉദ്ദേശത്തോടു കൂടി സമീപിച്ചു വരുന്ന ഒരു പതിവ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. 100 വിദ്യാർത്ഥികൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്ത്. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ VK അനുരാജ്, വാർഡ് കൗൺസിലർ EA ഗീത, CEO CA ബെസ്റ്റോ ജോസഫ്, ബ്രാഞ്ച് ഹെഡ് MR വിദ്യ, TV അരവിന്ദ് എന്നിവർ സംസാരിച്ചു. നിരവധി കസ്റ്റമേഴ്സും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കമേഴ്സ്യൽ ഡെസ്ക് STV ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ MBBS വിദ്യാർത്ഥിനി കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിലേക്ക്. മരണത്തിൽ സമഗ്രവും നീതിയുക്തമായ അന്വേഷണവും വേണമെന്ന് AISF. ആത്മഹത്യയെങ്കിൽ കാരണമായ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ത്വരിതഗതിയിലുള്ള അന്വേഷണം വേണമെന്നും AISF. തൃശൂർ നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ പ്രസവത്തിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ നഗരത്തിലെ വെള്ളിയന്നൂരിലുള്ള ലോഡ്ജിലാണ് സംഭവം. മരണപ്പെട്ടത് തൃപ്രയാർ എടമുട്ടം സ്വദേശിനി ജ്യോതി. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവർ കസ്റ്റഡിയിൽ. നെല്ല് നൽകിയ പണം ലഭിക്കാൻ കാലതാമസം നേരിടുന്നതും രാസവളവർദ്ധനവും കൂലിച്ചെലവും മൂലം നെൽകർഷകർ പിറകോട്ടടിക്കുന്നു. പാലക്കാട് ജില്ലയിലെ നെല്ലറയായ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി മേഖലയിലെ കർഷകരാണ് മുടക്കുമുതൽ പോലും ലഭിക്കുന്നില്ലെന്ന പരാതിയിൽ കൃഷിയോട് വിട പറയുന്നത്. സർക്കാരും കൃഷിവകുപ്പും കണ്ണു തുറന്ന് നെൽകർഷകരെ സഹായിച്ചില്ലെങ്കിൽ നെൽകൃഷി കുറ്റിയറ്റുപോകുമെന്നും കർഷകർ. കുളപ്പുള്ളിയിലെ സ്വകാര്യ ലോഡ്ജ് ഉടമയെ കാപ്പ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പുഴ കുറുവട്ടൂർ നെടിയത്ത് ബഷീറിനെയാണ് പോലീസ് കാപ്പ നിയമപ്രകാരം കരിങ്കൽ തടയിലാക്കിയത്. ലോഡ്ജിൽ അനാശാസ്യ പ്രവർത്തനം നടത്തിയതിന് നിരവധി തവണ ഇയാൾ അറസ്റ്റിലായിരുന്നു. 6 മാസക്കാലം പ്രതി കരുതൽ തടങ്കലിലാവും. KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം. സ്വകാര്യ ബസ് ജീവനക്കാരുടെ തൊഴിലും കൂലിയും സർക്കാർ ഉറപ്പാക്കണമെന്നും ആവശ്യം. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം പകുതിയിൽ ഏറെ ഇല്ലാതായെന്നും സലീം തെന്നിലാപുരം. തുടർച്ചയായ കാട്ടാന ശല്യവും തെരുവുനായ ആക്രമണവും കാട്ടുപന്നി ശല്യവും നിയന്ത്രിക്കാൻ കഴിയാത്ത മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ. MLAയും MP യും ഫണ്ടുകൾ തരുന്നില്ല എന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പല പദ്ധതികളും സംരക്ഷിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷം. 6 മാസമായി വന്ന ഭരണസമിതി അടിയന്തര നടപടികൾ എടുക്കേണ്ട കാര്യങ്ങളിൽ നിന്നും പിന്മാറി പ്രതിപക്ഷത്തെ സമരമുഖത്തേക്ക് തള്ളിവിടുകയാണെന്നും നേതാക്കൾ. കല്ലൂർ കനാൽ റോഡ് തകർച്ചയിലായതോടെ ദുരിതം പേറി വാഹനയാത്രക്കാർ. മലമ്പുഴയിലെ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വനപാലകർ രക്ഷപ്പെടുത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.